ടു കോമേഴ്സ് ഫാമിലി. അപ്പോൾ മക്കളെ, നിങ്ങളുടെ +1 കാലഘട്ടമൊക്കെ ഇതാ അവസാനിച്ചിരിക്കുന്നു. നിങ്ങൾ ഇനി +2ലേക്ക് കടക്കുകയാണ്. അപ്പോൾ നിങ്ങൾ +1 റിസൾട്ട്സ് ഒക്കെ വന്നു. അപ്പോൾ ആ ഒരു മാർക്സിൽ നിങ്ങൾ ഹാപ്പി ആണോ, സാറ്റിസ്ഫൈഡ് ആണോ ആ ഒരു മാർക്സിൽ? അപ്പം ഒരുപാട് കുഞ്ഞുങ്ങൾക്ക് എന്താ, അവർ എക്സ്പെക്ട് ചെയ്ത മാർക്സ് കിട്ടിയവരുണ്ടാവും, എക്സ്പെക്ട് ചെയ്തതിലും കൂടുതൽ മാർക്സ് കിട്ടിയവരുണ്ടാവും. കൺഗ്രാറ്റുലേഷൻസ്. ഇനി വേറൊരു വിഭാഗം ആളുകളുണ്ട്, അതായത് എക്സ്പെക്ട് ചെയ്ത മാർക്ക് കിട്ടാത്തവർ, അല്ലെങ്കിൽ ഞാൻ കുറച്ചും കൂടി പഠിച്ചിരുന്നെങ്കിൽ എനിക്ക് കുറച്ചും കൂടി മാർക്ക് കിട്ടിയേനെ എന്ന് തോന്നുന്ന കുറച്ച് വിഭാഗം കുട്ടികളുണ്ട്. അവരോട് മിസ്സിന് ഒരു കാര്യം മാത്രമേ പറയാനുള്ളൂ, നിങ്ങളുടെ മുമ്പിൽ ഇനി ഒരു ചാൻസും കൂടിയുണ്ട്. ആ ചാൻസ് നിങ്ങൾ മിസ് ചെയ്യാതിരിക്കുക. ഇംപ്രൂവ്മെന്റ് എക്സാം എന്ന് പറയുന്ന ആ ഒരു ചാൻസ് നിങ്ങൾ മിസ് ചെയ്യാണ്ടിരിക്കുക. ഓക്കെ, അത്രയും മിസ്സിന് പറയാനുള്ളൂ. ശരിയാണ്, കുറച്ച് കഷ്ടപ്പെടണം, കുറച്ച് അധികം കഷ്ടപ്പെടണം, പക്ഷെ നമ്മളെ കൊണ്ട് പറ്റും. ഓക്കെ, യെസ്. അപ്പോൾ മിസ് ഇന്ന് വന്നേക്കുന്നത് എന്തിനാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ +1 നമുക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടി, നമ്മുടെ കൊമേഴ്സിൽ എന്തൊക്കെ സബ്ജക്ട്സ് ആണുള്ളത്, എങ്ങനെയൊക്കെയാണ്, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സബ്ജക്ട്സ് ഏതാണെന്ന് മനസ്സിലായി, നിങ്ങൾക്ക് ടഫ് ആയിട്ടുള്ള സബ്ജക്ട് ഏതാണെന്നുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് മനസ്സിലായി. ഓക്കെ, അപ്പോൾ ഇന്ന് നമ്മൾ എക്കണോമിക്സിൽ, നമ്മുടെ +2 എക്കണോമിക്സിൽ നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് പഠിക്കാൻ പോകുന്നത് എന്നുള്ളതാണ് നോക്കാൻ പോകുന്നത്. ഓക്കെ, +1 നമ്മൾ എന്താ പഠിച്ചത്? ഇന്ത്യൻ എക്കണോമിക്സ് ഡെവലപ്മെന്റും ഒപ്പം സ്റ്റാറ്റിസ്റ്റിക്സും, ഇങ്ങനെ രണ്ടായിട്ടാണ് നമ്മൾ പഠിച്ചത്. പക്ഷെ +1 നിന്നും എൻറ്റയർലി ഡിഫറെൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ +2ലേക്ക് വരുമ്പോൾ പഠിക്കുന്നത്. എക്കണോമിക്സ് നമ്മൾ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യും, മൈക്രോ എക്കണോമിക്സ് ആൻഡ് മാക്രോ എക്കണോമിക്സ്, ഇങ്ങനെ രണ്ടെണ്ണമാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, അതിൽ കമ്പാരിറ്റീവ്ലി മൈക്രോ ആണ് കുറച്ചുകൂടെ ഈസി ആയിട്ടുള്ള സംഭവം. നമുക്ക് കുറച്ച് പ്രോബ്ലംസും കാര്യങ്ങളും ഒക്കെ വരുന്നുണ്ട്. മറ്റുള്ള സബ്ജക്ട്സിനെ വെച്ച് നോക്കുമ്പോൾ നമുക്കൊരു ഒരു മുൻതൂക്കം ഉള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് നമുക്ക് തിയറിയും ഉണ്ട്, ഒപ്പം തന്നെ പ്രോബ്ലം ഉണ്ട്. പ്രോബ്ലം എടുത്ത് കഴിയുമ്പോൾ നമ്മൾ തിയറിയിലോട്ട് പോകും, തിയറി എടുത്ത് കഴിയുമ്പോൾ നമ്മൾ പ്രോബ്ലത്തിലോട്ട് പോകും. അങ്ങനെ ഒരു സ്കീം ഉണ്ട് നമുക്ക്. ഓക്കെ, അപ്പോൾ നമ്മൾ നോക്കാൻ പോകുന്നത് എത്ര ചാപ്റ്റേഴ്സ് ഉണ്ട് എന്നുള്ള കാര്യമാണ് നോക്കുന്നത്. ഓക്കെ, അപ്പോൾ മൊത്തം നമുക്ക് മൈക്രോയിൽ 5 ചാപ്റ്റേഴ്സും മാക്രോയിൽ 6 ചാപ്റ്റേഴ്സും, ടോട്ടൽ നമുക്ക് 11 ചാപ്റ്റേഴ്സ് ആണ് എന്തിലുള്ളത്, നമ്മുടെ എക്കണോമിക്സിലുള്ളത്. ഓക്കെ, അപ്പോൾ മൈക്രോയിലെ നമ്മുടെ ഒരു ചാപ്റ്റർ എന്ന് പറയുമ്പോൾ ഡിലീറ്റഡ് ചാപ്റ്റർ ആണ്. ഓക്കെ, അപ്പോൾ നമ്മൾ സ്കീം ഓഫ് വർക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് ആദ്യത്തെ ടേം തന്നെ നമുക്ക് നോക്കാം. ഓക്കെ, ഫസ്റ്റ് ടൈം, അതായത് നമ്മുടെ ഓണം എക്സാമിന് നമുക്ക് മൈക്രോയുടെ 3 ചാപ്റ്റേഴ്സ് മാത്രമാണ് പഠിക്കാനുള്ളത്. മൈക്രോയുടെ വെറും 3 ചാപ്റ്റേഴ്സ്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ചാപ്റ്റർ നോക്കിയേ, ഇൻട്രൊഡക്ഷൻ ടു മൈക്രോ എക്കണോമിക്സ്. സിമ്പിൾ ചാപ്റ്റർ ആണ്. ജസ്റ്റ് മൈക്രോ എക്കണോമിക്സ് എന്താണ്, എക്കണോമിക്സ് എന്താണ് എന്നുള്ള കാര്യം മാത്രമാണ് നമ്മൾ അതിൽ പഠിക്കുന്നത്. ഓക്കെ, നോക്കി അതിൻ്റെ വെയിറ്റേജ് നോക്കി, 4 മാർക്സ് ആണ് നമ്മുടെ ആ ഒരു ചാപ്റ്ററിൻ്റെ വെയിറ്റേജ് എന്ന് പറയുന്നത്, 4 മാർക്സ്. ഓക്കെ, യെസ്. ആൻഡ് സെക്കൻഡ് ചാപ്റ്റർ നമ്മൾ നോക്കുകയാണെങ്കിൽ മൈക്രോയുടെ തന്നെ ഏറ്റവും ബിഗ്ഗസ്റ്റ് ചാപ്റ്റർ, ലെങ്തിയസ്റ്റ് ചാപ്റ്റർ, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്ററാണ്, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്ററാണ്. ഓക്കെ, വെരി ഇമ്പോർട്ടൻറ്റ്. പഠിക്കാൻ ആദ്യം കുറച്ച് ബുദ്ധിമുട്ടാണ്, പക്ഷേ പഠിച്ച് നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ചാപ്റ്റർ ആവും ഇത്. ഓക്കെ, യെസ്. അപ്പോൾ നോക്കിയേ, 12 മാർക്സിനുള്ള ക്വസ്റ്റ്യൻ ആണ് ആ ഒരു ചാപ്റ്ററിൽ നിന്ന് മാത്രമായിട്ട് വരുന്നത്. അപ്പോൾ ആ ഒരു ചാപ്റ്ററിൻ്റെ ആ ഒരു വെയിറ്റ് നമുക്ക് മനസ്സിലായില്ലേ? യെസ്. ആൻഡ് നെക്സ്റ്റ് ചാപ്റ്റർ ആണ് എന്താ, പ്രൊഡക്ഷൻ ആൻഡ് കോസ്റ്റ് എന്ന് പറയും. ഇതും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്ററാണ്. 8 മാർക്സിൻ്റെ ക്വസ്റ്റ്യൻ ആയിരിക്കും ആ ഒരു ചാപ്റ്റർ നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്നത്. അപ്പോൾ ഈ 3 ചാപ്റ്റേഴ്സ്, അതായത് ഇൻട്രൊഡക്ഷൻ ടു മൈക്രോ എക്കണോമിക്സ്, തിയറി ഓഫ് കൺസ്യൂമർ ബിഹേവിയർ ആൻഡ് പ്രൊഡക്ഷൻ ആൻഡ് കോസ്റ്റ്, ഈ 3 ചാപ്റ്റേഴ്സ് ആയിരിക്കും നമുക്ക് എന്തിനുള്ളത്, ഈ 3 ചാപ്റ്റേഴ്സ് ആണ് നമുക്ക് ഓണം എക്സാമിന് നമുക്ക് പഠിക്കാനുള്ളത്. ഓക്കെ, ഫസ്റ്റ് ടേമിൽ നമുക്ക് ഈ ഒരു 3 ചാപ്റ്റേഴ്സ് മാത്രമേ പഠിക്കാനുള്ളൂ. അവിടെ നമ്മൾ മാക്രോ തൊടുന്നില്ലേ, നമ്മൾ മൈക്രോ മാത്രമേ തൊടുന്നുള്ളേ. ഓക്കെ, ആൻഡ് നമ്മൾ സെക്കൻഡ് ടേമിലോട്ട് വരുവാണെങ്കിൽ നമുക്ക് അടുത്തത് എന്താണ്, നമ്മൾ മൈക്രോ മൊത്തം സെക്കൻഡ് ടേമിൽ തീർക്കും. ഓക്കെ, യെസ്. ആൻഡ് മൈക്രോയിൽ തന്നെ 4th ചാപ്റ്റർ, ദ തിയറി ഓഫ് എ ഫേം അണ്ടർ പെർഫെക്റ്റ് കോമ്പറ്റീഷൻ. ഓക്കെ, അതും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്ററാണ്. 10 മാർക്സിൻ്റെ വെയിറ്റേജ് ഉള്ള ഒരു ചാപ്റ്ററാണ്. ആൻഡ് അടുത്താണ് മാർക്കറ്റ് ഇക്വിലിബ്രിയം. വളരെ ഒരു നല്ലൊരു ചാപ്റ്ററാണ്. വളരെ കുറച്ച് കാര്യങ്ങൾ മാത്രമേ നമുക്ക് പഠിക്കാനുള്ളൂ, പക്ഷേ എങ്കിലും 6 മാർക്സിനുള്ള ക്വസ്റ്റ്യൻ ആ ഒരു ചാപ്റ്റർ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. ഓക്കെ, യെസ്. ആൻഡ് നമ്മൾ നമ്മുടെ മാക്രോയിലേക്ക് കിടക്കുകയാണ്. സെക്കൻഡ് ടേമിൽ നമ്മുടെ ക്രിസ്മസ് എക്സാമിൽ നമുക്കുള്ള ഏതൊക്കെയാണ് നോക്കാം. നോക്കിയേ, ഇൻട്രൊഡക്ഷൻ ടു മാക്രോ എക്കണോമിക്സ്, ജസ്റ്റ് ഒരു ഔട്ട്ലൈൻ. മാക്രോ എക്കണോമിക്സ് എന്താണ്, അതിൻ്റെ ഫാദർ ആരാണ്, അതിൻ്റെ കുറച്ച് കാര്യങ്ങൾ മാത്രമാണ് അത് പഠിക്കുന്നത്. 3 മാർക്സിനുള്ള വെയിറ്റേജ് ആണ് നമുക്ക് ആ ഒരു ചാപ്റ്ററിനുള്ള. ആൻഡ് സെക്കൻഡ് ചാപ്റ്റർ, മാക്രോ എക്കണോമിക്സിൻ്റെ സെക്കൻഡ് ചാപ്റ്റർ, മാക്രോ എക്കണോമിക്സിലെ ബിഗ്ഗസ്റ്റ് ആൻഡ് ടഫസ്റ്റ് ചാപ്റ്റർ ആണ്, പക്ഷേ എളുപ്പമാണ്, സെറ്റാക്കും നമ്മൾ. ഓക്കെ, നാഷണൽ ഇൻകം അക്കൗണ്ടിങ്, 12 മാർക്സിനുള്ള ചാപ്റ്ററാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് മനസ്സിലായി നമുക്ക് ഏറ്റവും വെയിറ്റേജ് ഉള്ള ചാപ്റ്റേഴ്സ് ഏതാണ് നമുക്കുള്ള കാര്യം മനസ്സിലായി. ഏതാണ്, നമ്മുടെ മൈക്രോയിലാണ് തിയറി ഓഫ് കൺസ്യൂമർ ബിഹേവിയറും, മാക്രോയിലാണെങ്കിൽ നമ്മുടെ നാഷണൽ ഇൻകം അക്കൗണ്ടിങ്ങും. ഈ 2 ചാപ്റ്റേഴ്സ് നമുക്ക് അടിപൊളിയായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ പകുതി മാർക്സ് നമുക്ക് അവിടെ സ്കോർ ചെയ്യാം നമ്മുടെ എക്സാമിന്. ഓക്കെ, യെസ്. ആൻഡ് മാക്രോയുടെ 3ാമത്തെ ചാപ്റ്റർ, മണി ആൻഡ് ബാങ്കിങ്, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്ററാണ്, സിമ്പിൾ ആയിട്ടുള്ള ചാപ്റ്ററാണ്. 6 മാർക്സിനുള്ള വെയിറ്റേജ് ആണുള്ളത്. ആൻഡ് മൈക്രോ എക്കണോമിക്സിൻ്റെ 4th ചാപ്റ്റർ, ഇൻകം ഡിറ്റർമിനേഷൻ എന്ന് പറയും. 7 മാർക്സിനുള്ള ക്വസ്റ്റൻ ആയിരിക്കും ആ ഒരു ചാപ്റ്റർ നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ. ആദ്യം നിങ്ങൾ ഈ ഒരു ചാപ്റ്റർ പഠിക്കുമ്പോൾ, ഇൻകം ഡിറ്റർമിനേഷൻ എന്ന ചാപ്റ്റർ പഠിക്കുമ്പോൾ നിങ്ങൾക്ക് ഭയങ്കര ടഫായിട്ട് തോന്നും. പക്ഷേ നിങ്ങൾ പഠിച്ച് പിന്നെയും പഠിച്ച് വരുമ്പോൾ നിങ്ങൾക്ക് തോന്നും ഇതാണ് എക്കണോമിക്സിൽ തന്നെ ഏറ്റവും എളുപ്പമായിട്ടുള്ള ചാപ്റ്റർ എന്ന് നിങ്ങൾക്ക് തോന്നും. ഓക്കെ, അപ്പോൾ നോക്കിയാൽ നമ്മുടെ ക്രിസ്മസ് എക്സാമിന് നമുക്ക് എത്ര ചാപ്റ്റർ ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, യെസ്, വേറൊരു കളർ എടുക്കാം. എത്ര ചാപ്റ്റർ ഉണ്ട് നോക്കി,
നമുക്ക് തിയറി ഓഫ് ഫേം ഉണ്ട്, പെർഫെക്റ്റ് കോമ്പറ്റീഷൻ ഉണ്ട്, മാർക്കറ്റ് ഇക്വിലിബ്രിയം ഉണ്ട്, ഇൻട്രൊഡക്ഷൻ ടു മാക്രോ എക്കണോമിക്സ് ഉണ്ട്, മണി നമ്മുടെ നാഷണൽ ഇൻകം അക്കൗണ്ടിംഗ് ഉണ്ട്, മണി ആൻഡ് ബാങ്കിങ് ആൻഡ് ഇൻകം ഡിറ്റർമിനേഷൻ. മൊത്തം എത്ര ചാപ്റ്റർ ഉണ്ട്? 6 ചാപ്റ്ററാണ് നമുക്ക് ക്രിസ്മസ് എക്സാമിന് മാത്രമായിട്ട് പഠിക്കാനുള്ളത്. ഓക്കെ, അപ്പം നമ്മളിപ്പോൾ എത്ര ചാപ്റ്റർ എടുത്തു? 6, 3, 9 ചാപ്റ്റർ നമ്മൾ തീർത്തു. ഓണം എക്സാമിനും ക്രിസ്മസ് എക്സാമിനും കൂടെ അത്രയും ചാപ്റ്റർ എടുത്തു. നമുക്ക് ബാക്കി 3 ഇല്ലേ? യെസ്, എന്താണ്? ഓക്കെ, യെസ്, ബാക്കി 3 2 കാരണം നമുക്ക് 11 ചാപ്റ്റേഴ്സേ ഉള്ളൂ. ഓക്കെ, ആൻഡ് ടേം 3 നമ്മൾ നോക്കുകയാണെങ്കിൽ എന്താ? ഗവൺമെന്റ് ബഡ്ജറ്റ് ആൻഡ് എക്കോണമി. സിമ്പിൾ ആയിട്ടുള്ള ചാപ്റ്ററാണ്. 6 മാർക്സിനുള്ള ക്വസ്റ്റൻ ആയിരിക്കും അതിൽ നിന്ന് ചോദിക്കുക. തിയറി മാത്രമാണ് ആ ഒരു ചാപ്റ്റർ നമുക്ക് പഠിക്കാനുള്ളത്. ആൻഡ് നമ്മുടെ മാക്രോയുടെ ലാസ്റ്റ് ചാപ്റ്റർ ഓപ്പൺ എക്കോണമി മാക്രോ എക്കണോമിക്സ്. അതും വളരെ എളുപ്പമായിട്ടുള്ള ഒരു ചാപ്റ്ററാണ്. സിമ്പിളായിട്ട് നമുക്ക് പഠിക്കാവുന്ന കാര്യമാണ്. ഇമ്പോർട്ടും എക്സ്പോർട്ടും അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ മാത്രമാണ് പഠിക്കുന്നത്. ഓക്കെ, അതും 6 മാർക്സിൻ്റെ ചാപ്റ്ററാണ്. ഓക്കെ, അപ്പം ഇതായിരിക്കും നമ്മൾ എന്താ മോഡൽ എക്സാമിന് മുമ്പേ പഠിക്കാനുള്ളത്. ഓക്കെ, അപ്പോൾ ടോട്ടൽ നമുക്ക് മൊത്തത്തിൽ 11 ചാപ്റ്റേഴ്സാണുള്ളത്. ഓണം എക്സാമിന് നമ്മളൊരു 3 ചാപ്റ്റേഴ്സ് സെറ്റാക്കും. അതുപോലെ ക്രിസ്മസ് എക്സാമിന് നമ്മൾ ഒരു 6 ചാപ്റ്റർ സെറ്റാക്കും. ഓക്കെ, ആൻഡ് ഫൈനൽ എക്സാമിന് വരുമ്പോൾ എന്താ മൊത്തം 11 ചാപ്റ്റേഴ്സ് നമ്മൾ കവർ അപ്പ് ചെയ്യും. ഓക്കെ, അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ട് പഠിക്കുമ്പോൾ ഒരു ബുദ്ധിമുട്ടുണ്ടാവും. മൈക്രോ മാക്രോ നിങ്ങൾ ഇന്നേ വരെ കേട്ടിട്ടില്ലാത്തൊരു സംഭവമാണ്. +1 പഠിച്ച പോലേ അല്ല, +1 എക്കണോമിക്സേ അല്ല. അപ്പോൾ നിങ്ങൾക്കൊരു ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ടാകും. പക്ഷേ ഒന്നും കൊണ്ടും പേടിക്കണ്ട, ഞങ്ങൾ നിങ്ങളുടെ കൂടെ തന്നെയുണ്ട്. അറിയാം, മിസ്സും വിഷ്ണു സാറും സെറ്റാക്കി തന്നിരിക്കും. ഓക്കെ, യെസ്, അപ്പോൾ ഒന്നും കൊണ്ടും പേടിക്കണ്ട. ആൻഡ് നിങ്ങൾക്ക് എന്താ ഒരു ഇൻഡിവിജ്വൽ അറ്റൻഷൻ വേണം, അല്ലെങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ടുള്ള ക്ലാസ്സസ് ഒക്കെ വേണം എന്ന് ആഗ്രഹമുള്ള കുഞ്ഞുങ്ങളാണെങ്കിൽ നമ്മുടെ ഗോദ ബാച്ച് നിങ്ങൾക്കായിട്ട് ഇവിടെ റെഡി ആയിട്ട് ഇരിപ്പുണ്ട്. അപ്പോൾ എൻ്റെ കുഞ്ഞുങ്ങൾ ഗോദ ബാച്ചിൽ ജോയിൻ ചെയ്യുക. താഴെ കാണുന്ന ഈ ഒരു നമ്പറിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്താൽ മാത്രം മതി. വെറും 1,999 റുപ്പീസ് മാത്രമാണ് നമ്മുടെ 1 ഇയർ ഫീ എന്ന് പറയുന്നത്. അപ്പം നിങ്ങളുടെ സീനിയേഴ്സ് റിക്വസ്റ്റ് ചെയ്ത് നമ്മൾ തുടങ്ങിയ ബാച്ചാണ്. ഞങ്ങളോട് ചോദിക്കുമായിരുന്നു, മിസ്സേ ബാച്ച് ഇല്ലേ. അങ്ങനെ നമ്മൾ സ്റ്റാർട്ട് ചെയ്തൊരു ബാച്ചാണ് നമ്മുടെ ഗോദ ബാച്ച്. അപ്പം നിങ്ങൾക്ക് വേണ്ടിയുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നതാണ്. കൂടാതെ നമ്മുടെ യൂട്യൂബിൽ നമ്മുടെ ലൈവ് സെഷൻസും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് കാണാം. ഓക്കെ, ബൈ.